ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹിൽ സ്റ്റാർ സ്റ്റഡി ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്കാണ്. അപ്പോൾ ഇത് പാർട്ട് 3 ആട്ടോ, പാർട്ട് 3 ആണ്. അപ്പം നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവർ അത് നിർബന്ധമായി കണ്ടിരിക്കണം, എങ്കിൽ മാത്രമാണ് ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളായാലും മനസ്സിലാവുകയുള്ളൂ. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ അത് നമ്മൾ ബാക്കി വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സിനെ നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. നമ്മുടെ ടെസ്റ്റിൽ നമുക്ക് ചാർട്ട് കിടപ്പുണ്ട്. നമ്മുടെ ടെസ്റ്റ് പേജ് നമ്പർ 12 കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് ഡോക്ടർ അജിമാൻ ജോർജിൻ്റെ ബുക്കാട്ടോ. അപ്പം നമുക്ക് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ്, ഓരോ ഫങ്ഷൻസ് അടിസ്ഥാനപ്പെടുത്തി തിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഓണർഷിപ്പ് അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഡൊമിസൈൽ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ അടിസ്ഥാനത്തിലും തിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് രജിസ്ട്രേഷൻ അടിസ്ഥാനം ഇപ്പം നമ്മുടെ ആദ്യമേ നമുക്ക് ഓർഡറിൽ തന്നെ ഇരിപ്പോൾ അല്ലേ. അപ്പോൾ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചേക്കണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻ്റെ അടിസ്ഥാനം കൊമേഴ്ഷ്യൽ ബാങ്ക്, പിന്നെ ഇൻഡസ്ട്രിയൽ ബാങ്ക് ഏതിനില്ല കേട്ടോ, നമ്മൾ എഴുതി പോകണുള്ളൂ. പിന്നെ അഗ്രികൾച്ചറൽ, പിന്നെ എക്സ്ചേഞ്ച് ബാങ്ക്, പിന്നീട് സേവിങ്സ് ബാങ്ക്, പിന്നെ സെൻട്രൽ ബാങ്ക്, പിന്നെ വേൾഡ് ബാങ്ക്. അപ്പം ഇത്രയാണ് നമ്മുടെ ചാർട്ട് ടെസ്റ്റിൽ കിടപ്പുള്ളത്. പക്ഷേ നമ്മളുടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗത്ത് നമുക്കൊരു ബാങ്കും കൂടിയുണ്ട്, എസ്.ഇം ബാങ്ക്. എസ്.ഇം ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്പോർട്ടിൻ്റെ ഇ.എസും ഇമ്പോർട്ടിൻ്റെ ഐ.എമ്മും കൂടി എടുത്ത എസ് ബാങ്ക് കേട്ടോ. അപ്പോൾ ഇത്ര ബാങ്ക്സ് ആണ് നമ്മൾ ഫങ്ഷൻസ് അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഉള്ളത്. ഇനി നമുക്ക് ഓണർഷിപ്പ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, പിന്നീട് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇത്രയാണ് ഉള്ളത്. ഇനി നമ്മൾ ഡൊമൈസിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡൊമസ്റ്റിക് ബാങ്ക്, രണ്ടാമത്തത് ഫോറിൻ ബാങ്ക്. ഈ രണ്ടെണ്ണം ഉള്ളൂ. അടുത്ത എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അതിൽ ഷെഡ്യൂൾ ഉണ്ട്, നോട്ട് ഷെഡ്യൂൾ ബാങ്ക് ഉണ്ട്, ലൈസൻസ്ഡ് ബാങ്ക് ഉണ്ട്, നോ ലൈസൻസ്ഡ് ബാങ്ക് ഉണ്ട്. അപ്പോൾ ഇത്ര ബാങ്കാണുള്ളത്: ഷെഡ്യൂൾ, നോൺ ഷെഡ്യൂൾ ബാങ്ക്, ലൈസൻസ്ഡ് ആൻഡ് നോൺ ലൈസൻസ്ഡ് ബാങ്ക്. അപ്പം നമ്മൾ ഇതിനെ രണ്ടായിട്ടാണ് നമ്മൾ ടെസ്റ്റ് കിടപ്പണത്: ഷെഡ്യൂൾ ആൻഡ് നോൺ ഷെഡ്യൂൾ, പിന്നെ ലൈസൻസ്ഡ് ആൻഡ് നോൺ ലൈസൻസ്ഡ് ബാങ്ക്. അപ്പം ഫങ്ഷൻസിൻ്റെ അകത്ത് നമുക്ക് 8 ടൈപ്സ് ഓഫ് ബാങ്ക് ഉണ്ട്. ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 ഉണ്ട്, ഡൊമൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 ഉണ്ട്, മറ്റേതിൻ്റെ അടിസ്ഥാനത്തിൽ 4 ഉണ്ട്, അല്ലെങ്കിൽ 2 നമുക്ക് കൂട്ടാം കേട്ടോ. അപ്പം നമുക്കറിയാം, ഇനി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബാങ്കിങ് ഓപ്പറേഷനൊക്കെ നടത്താനുള്ള ബാങ്കാണ്. ഷോർട്ട് പീരീഡിനൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള യൂസിന് വേണ്ടി. കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ദോസ് ബാങ്ക് വിച്ച് ക്യാരി ഓൺ commercial banking operations such as aspects of deposit from the public repayable on demand or after a short period and grant short-term credit repayable on demand. അത് ജസ്റ്റ് ഒന്ന് അടിയാളപ്പെടുത്തി വെച്ചേക്കൂട്ടോ. നമ്മുടെ ടെസ്റ്റിലെ പേജ് നമ്പർ 13 കിടപ്പുണ്ട്. അതിലെ കൊമേഴ്ഷ്യൽ ബാങ്കിന് എഴുതിയേക്കണതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ്: commercial bank are those banks which carry on commercial banking operation such as acceptance of deposit from the public, repayable on demand or after a short period and grant short-term credit merely to trade, commerce and industries
വിച്ച് എ വൈഡ് നെറ്റ്വർക്ക് ഓഫ് ബാങ്ക്സ് സ്പ്രെഡ് ത്രൂ ഔട്ട് ഓഫ് ദ കൺട്രി. ഇത് മൊത്തം കാണാപ്പാടം പഠിക്കണ്ട, നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. നമ്മുടെ ഓൺ വേർഡ്സിൽ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും കേട്ടോ. നമ്മൾ ആ പാരഗ്രാഫ് ഫുൾ ഒന്ന് വായിച്ചു വെച്ചാൽ ആദ്യത്തെ സെൻറ്റൻസ് ഫുൾ നന്നായി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന സെൻറ്റൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. സിൻസ് ദ ഡിപ്പോസിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ repayable on demand or after a short period, these banks are merely concerned with the supply of short-term credit requirement of trade and industry. ആദ്യം പറഞ്ഞേക്കണേ കുറച്ച് ചെറുതാക്കി പറഞ്ഞേക്കണേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു സെൻറ്റൻസ് പഠിച്ചാലും മതി കേട്ടോ. പിന്നെ നമ്മൾ ഇൻഡസ്ട്രി ബാങ്ക് ഞാൻ എഴുതി കാണിക്കാതെ നമ്മുടെ ടെസ്റ്റിൽ തന്നെ ഉള്ള ഞാൻ വായിക്കുന്നതാണ്. അതപ്പോൾ പിന്നീട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ. ഇനി അടുത്ത ഇൻഡസ്ട്രി ബാങ്കാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഓപ്പറേഷൻ കേട്ടോ. ഇനി അടുത്ത ഇൻഡസ്ട്രി ബാങ്ക്. ഇൻഡസ്ട്രി ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സെൻസ് ഇൻഡസ്ട്രി ബാങ്കിങ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എസ്പെഷ്യലൈസ്ഡ് ടു പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസിന് ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആവശ്യങ്ങളൊക്കെ വന്നാൽ അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ട് അതാണ്. ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആർ ടു ടൈപ്പ്: വൈസ് ലോങ് ടൈം റിക്വയർമെൻറ്റ് ഓർ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആൻഡ് ഷോർട്ട് ടൈം റിക്വയർമെൻറ്റ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇതെന്തൊക്കെയാണ്? ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് നീഡ് ടു അക്വയർ ഫിക്സഡ് അസറ്റ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീൻസ്, ടൂൾസ് എക്സെട്രാസ്. ടെസ്റ്റ് വെച്ചാൽ കാണാമെന്ന് വിചാരിക്കുന്നു. എക്സെട്രാസ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ഫോർ ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ടു മീറ്റ് ദ ഡേ ടു ഡേ എക്സ്പെൻസ് ഇൻ കണക്ഷൻ വിത്ത് ദ കൺസർവേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നീഡ് ചെയ്യണ ഫിക്സഡ് അസറ്റ്സ് ആണ്. അത് ഏതൊക്കെയാണ്? ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീൻ, ടൂൾസ്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിന് റിക്വയർഡ് ആയ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ടു മീറ്റ് ദ ഡേ ടു ഡേ എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള മുടക്കുന്ന പൈസ, അതിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ. മറ്റേ ഫിക്സഡ് അസറ്റിന് വേണ്ടി മുടക്കുന്ന ക്യാപിറ്റലാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ റോ മെറ്റീരിയലിനെ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള അതിനുള്ള കൺസർവേഷന് വേണ്ടിയുള്ള മുടക്കുന്ന ചിലവാണ് വർക്കിംഗ് ക്യാപിറ്റൽ കേട്ടോ. സിൻസ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് സാറ്റിസ്ഫൈ ഓൺലി ദ ഷോർട്ട് ടൈം റിക്വയർമെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി. കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്താണ്? ഷോർട്ട് ടൈം ആണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി ബാങ്ക് എന്താണ്? ലോങ് ടൈം ക്രെഡിറ്റ് നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദെയർ കംസ് ദ നീഡ്സ് ഫോർ സ്പെസിഫൈഡ് ഇൻഡസ്ട്രി ദാറ്റ് സ്പെസിഫൈ ദ ലോങ് ടൈം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. Such institutes are called Industrial Bank, Industrial Bank of India (IDBI), Industrial Credit and Investment Corporation of India (ICICI), State Financial Corporation (SFC) are the example of industrial banks. ഇനി നമുക്ക് മൂന്നാമത്തെ, അപ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ എന്താണ് പ്രധാനമായിട്ട്? ലോങ് ടൈം ക്രെഡിറ്റ് കേട്ടോ. അപ്പം നിങ്ങൾ നന്നായി വരിക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി. അപ്പം എന്ത് ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊരു ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. ഇനി അടുത്ത അഗ്രികൾച്ചർ ബാങ്ക്. അഗ്രികൾച്ചർ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്തിനാണ്? അഗ്രികൾച്ചറിന് ആവശ്യമായ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്രെഡിറ്റ് ഒക്കെ നൽകാൻ വേണ്ടി ഉള്ള ബാങ്കാണ്. മനസ്സിലായത്? അപ്പം ഞാൻ അത് ജസ്റ്റിന് വായിക്കണ്ടല്ലോ, ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അഗ്രികൾച്ചർ ബാങ്കൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഈ അഗ്രികൾച്ചർ ബാങ്കിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കൊക്കെ. അപ്പം അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. എക്സ്ചേഞ്ച് ബാങ്ക്. എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡീൽ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ഫിനാൻഷ്യൽ ട്രേഡ്സ് ആണ് എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറയുന്നത്. അതും വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. എക്സ്ചേഞ്ച് ബാങ്ക് ആർ ദോസ് ബാങ്ക് ദാറ്റ് ഡീൽ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് സ്പെഷ്യൽ ഇൻ ഫിനാൻഷ്യൽ ഫോറിൻ ട്രേഡ്. അതും ആദ്യത്തെ സെൻറ്റൻസ് ആട്ടോ അടയാളപ്പെടുത്തി വെക്കണ്ടേ. ഇനി ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ് ഈസ് കോൾഡ് ഫോറിൻ ട്രേഡ്. രണ്ട് കൺട്രീസ് തമ്മിലുള്ള ട്രേഡിനാണ് എന്ത് പറയുന്നത്? ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ കേസിലാണ് ദ സെറ്റിൽമെൻറ്റ് റിക്വയർമെൻറ്റ് കൺവേർഷൻ ഓഫ് വൺ കറൻസി ഇൻറ്റു അനദർ. ഒരു കറൻസിനെ അടുത്ത കറൻസി. അപ്പം നമുക്ക് ഇവിടുന്ന് അമേരിക്കയിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മണി അവിടെ നമ്മൾ അവിടുത്തെ യൂറോപ്പിലെ മണി അല്ലെങ്കിൽ അമേരിക്കയിലെ ഡോളറായിട്ട് മാറ്റണം അല്ലേ. ഇനി അമേരിക്കയിലെ ഡോളർ ഇവിടെ ആകുമ്പോഴോ നമുക്ക് ഇന്ത്യൻ കറൻസി ആക്കി മാറ്റാം. അപ്പം അതിനൊക്കെ സഹായിക്കുന്ന
ഒരു ബാങ്കാണ് എന്ത് എക്സ്ചേഞ്ച് ബാങ്ക്. അപ്പം ദ മെയിൻ ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച് ബാങ്ക് ഈസ് ദ ഫെസിലിറ്റി ടു കൺവേർഷൻ ഓഫ് വൺ കറൻസി ഇൻ ടു അനദർ ആണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ഓൾമോസ്റ്റ് ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഹാവ് ഇറ്റ്സ് ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് ഡിവിഷൻ. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിനും അതിൻ്റെതായ ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് ഡിവിഷനും കൂടി ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അടുത്ത് നമുക്ക് അഞ്ചാമതായി സേവിങ് ബാങ്ക്. സേവിങ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സേവിങ് നമുക്ക് പോസ്റ്റ് ഓഫീസ് ബാങ്കിങ് ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസിലെ സേവിങ് ഒക്കെ അതിനൊക്കെ പൈസ സൂക്ഷിക്കാനുള്ള മണിയിൽ, അപ്പോൾ അതൊക്കെ ബാങ്ക് കൂട്ടാൻ നമുക്ക് വായിച്ചു നോക്കാം. സേവിങ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക് വിച്ച് പ്രൊമോട്ട് സേവിങ് ഹാബിറ്റ് എമംഗ് ദ പബ്ലിക് ആൻഡ് മൊബിലൈസ് ദ സ്കാറ്റേർഡ് സേവിങ് ഓഫ് ദ സൊസൈറ്റി ഇൻ ടു എ കോമൺ റിസർവ്സ്. നമ്മുടെ സമൂഹത്തിലെ പൊതുസമൂഹത്തിന് എന്ത് ഹാബിറ്റാ? പ്രൊമോട്ട് സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബാങ്കാണ് സേവിങ് ബാങ്ക് എന്ന് പറയുന്നത്. ദിസ് ബാങ്ക് ഇൻവെസ്റ്റ് ദ സേവിങ്സ് ഓഫ് മൊബിലൈസ്ഡ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി. ഇൻ ഇന്ത്യ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് UTI എന്ന് വെച്ചാൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പിന്നെ മുനിസിപ്പാലിറ്റി സേവിങ് ബാങ്ക് ആൻഡ് ദ സേവിങ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റൈൻസ്ഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ദ എക്സാമ്പിൾ ഓഫ് സേവിങ് ബാങ്ക്സ് ആണ്. ഇനി ആറാമത് സെൻട്രൽ ബാങ്കാണ് പറയുന്നത്. സെൻട്രൽ ബാങ്ക് എന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്ക് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് കൺട്രോൾ, റെഗുലേറ്റ് ആൻഡ് സൂപ്പർവൈസ് ദ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് country. The central bank of country has the power to control all the banking industries in the country. Is usually the basic source of national bank credit. നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്താ? RBI ആണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഹാസ് എ മോണോപ്പൊളി ഓഫ് ഇഷ്യൂയിങ് നോട്ട്. RBIക്ക് മാത്രമല്ല നോട്ട് ഇഷ്യൂ ഉള്ളതുള്ളൂ. അപ്പോൾ നമുക്കറിയാം RBIക്ക് മാത്രമാണ് നോട്ടൊക്കെ ഇഷ്യൂ ഉള്ളതുള്ളൂ. പക്ഷേ നമ്മൾ ഇതിന് മുമ്പ് ഒരു വ്യത്യാസം പഠിച്ചായിരുന്നു. 1 റുപ്പിയും കോയിൻസും RBI അല്ല കേട്ടോ ഇഷ്യൂ ചെയ്യുന്നത്. അതൊന്ന് ഓർത്തിരുന്നോളാം. നമ്മൾ നേരത്തെ ക്ലാസ് കാണാത്തവർ കണ്ടോണം. പാർട്ട് 1 അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം സെൻട്രൽ ബാങ്ക് എന്താണ് മനസ്സിലായില്ലേ? അതിനാണ് എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യാനുള്ള പവറും. പിന്നെ ബാങ്കേഴ്സ് ബാങ്ക് എന്നും RBIനെ വിളിക്കാറുണ്ട് കേട്ടോ. ഇനി വേൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോങ് ടേം ലോൺസിനൊക്കെ വേണ്ടി IBRO ഒക്കെ അതിൻ്റെ ഒരു IBRD ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കൂട്ടാവുന്ന കേട്ടോ. വേൾഡ് ബാങ്ക് ഓൾസോ നോൺ ആസ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് IBRD ഈസ് ദ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ലോങ് ടേം ലോൺസ്. കണ്ടോ? For Russia, the economic damage by the Second World War, and second point, developing the underdevelopment country. അണ്ടർഡെവലപ്മെൻ്റായ കൺട്രീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ദസ് ദ മെമ്പർ കൺട്രി ഓഫ് ദ വേൾഡ് ബാങ്ക് ഗെറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ദ വേൾഡ് ബാങ്ക്. ദ വേൾഡ് ബാങ്ക് വാസ് സെറ്റപ്പ് ഓൺ ദ റിക്കഗ്നിഷൻ ഓഫ് ബാട്ടൺ വുഡ് കോൺഫറൻസ് അഡാസ് ഗ്രാൻവേ. പിന്നെ ഇനി എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എട്ടാമത്തത് കേട്ടോ. അപ്പോൾ എട്ടാമത്തെ നോക്കുമ്പോൾ ആ സെറ്റ് ഓൺ January 1, 1982 എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ഫീൽഡ് ഓഫ് ഫിനാൻഷ്യൽ ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ, ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ആസ് ദ പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി ഫോർ ദ coordinating the working of another industry engaged in financing of export and import of goods and services. The major function of Exim Bank is to provide financial assistance to the exporter and the importers. അപ്പോൾ എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും സഹായം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്യുന്ന ബാങ്കാണ് എന്ത്? എക്സിം ബാങ്ക്. ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് ഞാൻ വരയ്ക്കുന്നത്, ശ്രദ്ധിച്ച് വരച്ചോണം. പിന്നെ നിങ്ങൾ വായിക്കും, നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് തോന്നുന്നുണ്ടെങ്കിൽ അത് പഠിക്കാം. അതുപോലെ സ്കൂളിൽ തന്നെ നോട്ട്സ് നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇത് നമ്മൾ ജസ്റ്റ് ഷോർട്ട് നോട്ടായിട്ട് നമുക്കൊന്ന് പഠിച്ചു പോകാൻ, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പഠിച്ചു പോകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിരത്താവുന്നതാണ്. ഇനി ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുമെങ്കിൽ വേറെ അനവധി കുട്ടികളെ നിങ്ങൾക്ക് നമ്മുടെ പ്രായത്തിലുള്ളവരെ രക്ഷിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഇറ്റ് ഓൾസോ പ്രൊവൈഡ് റീഫിനാൻഷ്യൽ ഫെസിലിറ്റി ടു കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രി അഗേൻസ്റ്റ് ദർ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫിനാൻഷിങ് ആക്ടിവിറ്റീസ്. ഇനി ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ 3 തിരിച്ചേക്കണേ. അത് ഞാൻ ഷോർട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനെ ഇങ്ങനെ
നിങ്ങൾ 3 കോളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാണാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, പബ്ലിക്, പ്രൈവറ്റ്, കോഓപ്പറേറ്റീവ് ബാങ്ക് നമ്മളിങ്ങനെ 3ആയിട്ട് തിരിക്കുക. പബ്ലിക്കിന് വെച്ചാൽ ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് ആണ്. എക്സാമ്പിൾ SBI, യൂണിയൻ ബാങ്ക് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. പ്രൈവറ്റ് സെക്ടറിലെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡസ്ട്രി ഓർ കോർപ്പറേഷൻ ഓഫ് നോട്ട് ബൈ ദ ഗവൺമെൻറ്. ICI, ആക്സിസ് ബാങ്ക് ഒക്കെ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിലായിരിക്കില്ല കൺട്രോള്. ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ആരുടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. പബ്ലിക്കിന് എന്താ, ഗവൺമെൻറ്റിനാണ് കൺട്രോൾ കേട്ടോ. ഇനി കോപ്പറേറ്റീവ് ബാങ്ക് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ് അതിൻ്റെ പവറും കൺട്രോളൊക്കെ കേട്ടോ. ഇനി നമ്മൾ മൂന്നാമത്തേതായ ഓൺ ദ ബേസ് ഓഫ് ഡൊമിസൈലേഷൻ നോക്കിയാണെങ്കിൽ ഡൊമസ്റ്റിക് ബാങ്കും ഫോറിൻ ബാങ്കും ആയിരുന്നല്ലോ. അത് ഡൊമസ്റ്റിക് ബാങ്ക് ആണെങ്കിൽ രജിസ്ട്രേഷൻ വിത്തിൻ കൺട്രി ഇൻ ഇന്ത്യ. Any bank registered in India as the banking company is in domestic bank. Foreign bank registered in foreign country and have the head office in foreign bank. Any bank registered outside India have the branch of India. He is the foreign bank. Example City Bank. അപ്പം ഇത് ഡൊമസ്റ്റിക് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തേക്കണം നമ്മുടെ കൺട്രിയിൽ തന്നെ. ഇപ്പം നമ്മൾ ഇന്ത്യ വെച്ച് നോക്കാം, ഇന്ത്യയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന, ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ എന്താണ്, ഡൊമസ്റ്റിക് ബാങ്ക്സ് ആണ്. എന്നാൽ ഫോറിൻ ബാങ്ക് എന്ന് വെച്ചാൽ വിദേശത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തന ശാഖയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ബാങ്കിന് എന്ത് പറയുന്നു, നമ്മൾ ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നു. സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കോളായിട്ട് തിരിച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. കാരണം ടെസ്റ്റ് വായിച്ച് പഠിക്കുന്ന കഴിഞ്ഞാൽ ഇതിൻ്റെ പോയിന്റ്സ് പെട്ടെന്ന് നമുക്ക് ക്ലാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഓൺ ദ ബേസ് ഓഫ് രജിസ്ട്രേഷൻ നോക്കാം. രജിസ്ട്രേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്താ, ഷെഡ്യൂൾ ബാങ്ക്, നോൺ ഷെഡ്യൂൾ, ലൈസൻസ്, നോൺ ലൈസൻസ്ഡ് ബാങ്ക് ആണുള്ളത്. അത് രണ്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഷെഡ്യൂൾ ആൻഡ് നോൺ ഷെഡ്യൂൾ ഒരു പാർട്ടായിട്ടും ലൈസൻസ്ഡ് ആൻഡ് നോൺ ലൈസൻസ്ഡ് അടുത്ത പാർട്ടുമായിട്ടാണ് നമ്മൾ തിരിച്ചേക്കണേ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മളത് നോട്ടായി ഞാൻ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ ആൻഡ് നോൺ ഷെഡ്യൂൾ ബാങ്ക്സ് എന്ന് വെച്ചാൽ ഷെഡ്യൂൾ ബാങ്ക്സ് ആർ ദോസ് ബാങ്ക് ഹൂസ് നെയിം അപ്പിയർ ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആറ്റ് 1934. അപ്പം RBI ആക്ടിൽ 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ ഈ ബാങ്കിൻ്റെ നെയിം അല്ലെങ്കിൽ ആ നെയിം അപ്പിയർ ചെയ്യുന്ന എന്താ, ഷെഡ്യൂൾ ബാങ്ക് ആവും. അപ്പം അങ്ങനെ അല്ലാത്ത ബാങ്ക്സ് എന്താണ്, നോ ഷെഡ്യൂൾ ബാങ്ക്സ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവാം കേട്ടോ. അപ്പം ഈ ബാങ്കിൽ സാറ്റിസ്ഫൈ ഈ ഫോളോയിങ് കണ്ടീഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടീഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അത് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ. RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ നെയിം ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ ബാങ്കും, ഇല്ലെങ്കിൽ നോ ഷെഡ്യൂൾ ബാങ്കും, ഇത്രേ ഉള്ളൂ. അപ്പം ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഹാസ് ആൻ അഗ്രേറ്റീവ് വാല്യൂ ഓഫ് നോട്ട് ലെസ് ദാൻ 5 lakh. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിസർവ്സിന് പറഞ്ഞ ഒരു അഗ്രേറ്റീവ് വാല്യൂ കുറയാൻ പാടില്ല. എത്രയിന്, 5 ലക്ഷത്തിൽ കുറവുണ്ടാകാൻ പാടില്ല. അതിന് കൂടുതലായി മാത്രമാണ് എന്താ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഷെഡ്യൂൾ ബാങ്കിൽ ഈ ഇവിടെ പേര് വരണമെങ്കിൽ ഇതൊക്കെ ചെയ്താലാണ് അവിടെ പേര് വരുള്ളൂ, എന്നാൽ മാത്രമാണ് അത് വരുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് വായിച്ചു വിട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ RBI ദാറ്റ് ഇറ്റ്സ് അപ്പിയർ ആർ നോട്ട് ബീയിങ് കണ്ടക്റ്റഡ് ഇൻ ദ മാനർ ഡിറ്റർമൈൻ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡിപ്പോസിറ്റർ. അത് സിമ്പിളാണ്. ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ RBIയുടെ ഇത് നിയമങ്ങളെല്ലാം സാറ്റിസ്ഫൈ ആയിരിക്കണം. അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സായിട്ട് പ്രവർത്തിക്കണം, ഇൻട്രസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, ഇൻട്രസ്റ്റ് ഓഫ് ദ ഡിപ്പോസിറ്റർ. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി എ കോർപ്പറേഷൻ ആൻഡ് എ കോപ്പറേറ്റീവ് ബോഡി ആൻഡ് നോട്ട് എ പാർട്ണർഷിപ്പ് ഓർ സോളോ പ്രൊപ്പറേറ്റ്. ഇതും നിർബന്ധമായ ഒരു കോർപ്പറേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ബോഡി ആയിരിക്കണം. അത് ഒരിക്കലും എന്താവാൻ പാടില്ല, പാർട്ണർഷിപ്പ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ സോളോ പ്രൊപ്പറേഷൻഷിപ്പ് ആവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നോ ഷെഡ്യൂൾ ബാങ്ക്സ് ആർ ദോസ് ബാങ്ക് ഹൂസ് നെയിം ഇസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ്, നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ലൈസൻസ് ആൻഡ് നോൺ ലൈസൻസ് ബാങ്ക്. ലൈസൻസ്ഡ് ബാങ്കിന് വെച്ചാൽ ലൈസൻസ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക് വിച്ച് ഹാവ് ബീൻ ഗീവൻ എ ലൈസൻസ് ഫ്രം ദ RBI ഫോർ ക്യാരിങ് ഓൺ ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ. ലൈസൻസ്ഡ് ബാങ്കിന് വെച്ചാൽ എന്താണ്, ലൈസൻസ് ബാങ്കിന് എന്ത് വെച്ചാൽ കഴിഞ്ഞാൽ RBI ലൈസൻസ് നൽകുന്നു ആർക്ക്, ബാങ്കിന്. എന്തിനു വേണ്ടി, ബാങ്കിങ് ബിസിനസ് ഇന്ത്യയിൽ നടത്താൻ അനുമതി കൊടുത്തുകൊണ്ട് ലൈസൻസ് കൊടുത്താൽ മാത്രമാണ് എന്ത്, അത് ലൈസൻസ്ഡ് ബാങ്ക് ആവുള്ളൂ. ലൈസൻസ് ഉള്ള ബാങ്ക് ലൈസൻസ്ഡ് ബാങ്ക്. അപ്പം ലൈസൻസ് ഇല്ലാത്ത ബാങ്ക് എന്ത് പറയും, നോ ലൈസൻസ്ഡ് ബാങ്ക്. ഇത്രയോട് സിമ്പിളാണ്. അപ്പം
Licensed banks are those banks which have been given a license from the RBI for carrying out banking business in India. അപ്പോൾ ഇനി അടുത്ത അണ്ടർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എവറി ബാങ്കിങ് കമ്പനി മസ്റ്റ് ഒബ്റ്റെയിൻ എ ലൈസൻസ് ഫ്രം ദ RBI ഫോർ ഡൂയിങ് ബാങ്കിങ് ബിസിനസ് ഇന്ത്യ. അപ്പം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം എല്ലാ ബാങ്കിങ് കമ്പനീസും നിർബന്ധമായിട്ട് എന്താണ് RBIയുടെ ലൈസൻസ് ഉണ്ടാവണം, അത് നിർബന്ധമാണ് കേട്ടോ. No licensed bank are those banks which do not have a license from RBI. RBI ലൈസൻസ് ഇല്ലാത്ത ബാങ്ക് നോൺ ലൈസൻസ്ഡ് ബാങ്ക്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. അത് പാർട്ട് 4 ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ലളിതമായി പറയാൻ നോക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കമൻറ്റിൻ്റെ ഉത്തരമായിട്ട് അത് പറയുന്നതായിരിക്കും. കമൻറ്റ് ഞാൻ ഉത്തരം ഇടില്ല, കാരണം കമൻറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പേരായിരിക്കും കാണുള്ളൂ. മറ്റൊരു വീഡിയോയിൽ ആ ഉത്തരം ഇടുകയാണെങ്കിൽ എല്ലാവരും കാണുകയും ചെയ്യില്ല. അപ്പോൾ അവർക്കും ആ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് പൂർത്തീകരിച്ച് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ ബാങ്കുകളെ ക്ലാസിഫിക്കേഷൻ മാത്രമാണ് പഠിച്ചിരിക്കുന്നത്, അവരുടെ ഡിഫിനിഷൻ ആണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മളിതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ കാണാത്തവർ കാണുക. അപ്പം ഇത്ര നേരം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത് തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തിയാൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ